പീലിക്കുട്ടി എന്നത്തെയും പോലെ തന്നെ അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന്. പീലിക്കുട്ടി മാത്രമല്ല, കൂടെ അച്ചുട്ടനും പോവണ്ടേ. ഉത്സവമൊക്കെ ആവാനായതല്ലേ, അപ്പൊ ചേച്ചി കുറച്ച് ദിവസം പാർക്കാൻ വേണ്ടി വന്നതാണ്. അച്ചുട്ടനാണെങ്കിൽ എപ്പോഴും പറയും പീലിക്കുട്ടിന്റെ കൂടെ അംഗനവാടി പോകണമെന്ന്. അങ്ങനെ പ്രാവശ്യം വരുമ്പോ ബാഗൊക്കെ കൊണ്ടിട്ടാണ് അവർ വന്നത്. എല്ലാ ദിവസവും അംഗനവാടി പോണ കാര്യം പറയുമ്പോൾ പീലിക്കുട്ടി ഒരു പ്രാവശ്യമെങ്കിലും പറയും ഞാൻ ഇന്ന് പോവല്ലാന്ന്. പക്ഷെ ഇന്ന് അങ്ങനെ പറഞ്ഞില്ല. അതിന്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒന്ന് കൂടെ അച്ചുട്ടനുണ്ട്. അപ്പൊ എന്നൊരു ചേച്ചിക്കുട്ടിയായിട്ട് പോവുകയാണ് പീലിക്കുട്ടിയാണെങ്കിൽ അച്ചുട്ടന്റെ കൈ പിടിക്കാനായിട്ട് കുറേ നോക്കണുണ്ട്. പക്ഷെ അച്ചുട്ടൻ ഉണ്ടല്ലോ, ആ ബാഗിൽ നിന്ന് ഇങ്ങോട്ട് കൈ എടുക്കാൻ തോന്നില്ല. കാവടി തുള്ളി പോണ കണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും നല്ല കുട്ടികളായിട്ട് ഇരിക്കും അവിടെ രണ്ടാളും. നിങ്ങളും അങ്ങനെ തന്നെയാണ് വിചാരിച്ച്. രണ്ടാളും കൂടെ ഉള്ളതിനെ കൊണ്ട് വലിയ കരച്ചിലൊന്നും ഉണ്ടാവില്ല എന്ന് കണ്ടോ. പീലിക്കുട്ടി പോണത് കണ്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ ഈ ബാഗൊന്നും ഇടോന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കേൾക്കാത്ത ആളാണ് നിന്നോട് പറയണത് അമ്മ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് അംഗനവാടി പോയിക്കോളാന്ന്. പീലിക്കുട്ടി ആണെങ്കിൽ ആദ്യം തന്നെ ഓടി കയറിയിട്ട് അച്ചുട്ടനും വേറെ ഉണ്ടെന്ന് ചേച്ചീന്റെ അടുത്ത് പറയുകയാണേ. അച്ചുട്ടനെ കാണാതെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി വിളിക്കണ അച്ചുട്ടൻ കരയുണ്ട് എന്ന് പറഞ്ഞു. ചേച്ചി പറയുകയാണെ പീലിക്കുട്ടി ആണെങ്കിൽ അച്ചുട്ടനെ സമാധാനിപ്പിക്കുന്നുണ്ട്, കൂടെ നിന്ന് കരയണുണ്ട്. ഇപ്പൊ പീലിനെ കാണാണ്ട് അച്ഛനെയും കണ്ട് ഇങ്ങോട്ട് പോകുന്നു. നാളെ പോവണ്ടോ ചോദിച്ചപ്പോൾ നീ അങ്ങോട്ട് പോണേ ഇല്ല എന്നാണ് അച്ചുട്ടൻ പറയണത്.